ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു എൻ്റെ ബാഗാണ്. ഇതിനകത്ത് മൊത്തം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ്സ് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. എൻ്റെ ബാഗിനകത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്യാണ് എൻ്റെ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്സ് ഇതിനകത്തെല്ലാം ഇതുണ്ട്. എൻ്റെ 10ലെ സർട്ടിഫിക്കറ്റ്സ് തുടങ്ങി +2 ആൻഡ് മറൈൻ്റെ സർട്ടിഫിക്കറ്റ്സ് മൊത്തം ഇതിനകത്താണ് കാണിക്കുന്നത്. അത് ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇതെൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ടാണ്. ഇതിൻ്റെ സി വി ഈ രണ്ടായിൻ്റെ ഒരു കോപ്പി ഉണ്ട്. ഇതെൻ്റെ വാക്സിനേഷൻ്റെ ഇതെൻ്റെ പാസ്പോർട്ടിൻ്റെ ഓരോ കോപ്പികൾ, ഇതിൻ്റെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സും അതിൻ്റെ ഓരോ പേപ്പേഴ്സാണിത്. ഇതൊക്കെ നമ്മുടെ ഓഫീസിൽ കൊടുക്കാനുള്ളതാണ്. ഇതെൻ്റെ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത എൻ്റെ കപ്പലിലെ പെർഫോമൻസ് ലെറ്റർ. ഇതിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല, എല്ലാം അബവ് ആവറേജാണ്. എൻ്റെ വർക്കിങ്ങിൻ്റെ അകത്ത് മൊത്തം കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ അവതാരം സർട്ടിഫിക്കറ്റ്സ്. ഇത് ഞാൻ പഠിച്ചെടുത്തത് ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചത്. ഇത് ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു കോഴ്സ് ജനറൽ പർപ്പസ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഓരോ ഈ 2 പാർട്ടാണ് അത്. പിന്നെ ബാക്കിയെല്ലാം ഓരോ സർട്ടിഫിക്കറ്റ്സ് അത് ഞാൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത്. എന്താ ഹൈഡ്രജൻ സൾഫൈഡ് ആറ്റിറ്റ്യൂഡ്സിൻ്റെ, പിന്നെ എൻക്ലോ സ്പേസ് ഹെലികോപ്റ്ററിൻ്റെ, പിന്നെ ഡേഞ്ചർ ടിപ്സ്, സുരക്ഷയുടെ റെസ്ക്യൂയുടെ സർട്ടിഫിക്കറ്റ്സ്, പിന്നെ അപ്പാർട്ട്മെൻറ്റ്, പിന്നെ അതിൻ്റെ ഇതൊക്കെ എല്ലാം ഞാൻ ചെയ്യുന്നത് എല്ലാം ബോംബെ. ചില സമയത്ത് ബോംബെയിൽ പോവും, ചില സമയത്ത് കൊച്ചിയിൽ ചെയ്യും, ചില സമയത്ത്. ഇനി എൻ്റെ ബാഗിലുള്ളത് ഇതൊരു വേറൊരു മെഡിക്കലിൻ്റെ ഇതെൻ്റെ എക്സ്റേ എടുത്തതിൻ്റെ ഇതാണ്. എനിക്ക് ഹിന്ദി അത്രയും വശമില്ലാത്തതുകൊണ്ട് അത് ട്രാൻസാക്ഷൻ ചെയ്യാൻ ഒരു ഡിക്ഷണറി അതെൻ്റെ ഇതിലുണ്ട്. ഇത് രണ്ടെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ കോപ്പികളാണ്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഓരോ കോപ്പികളും അതിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ ഒരു പേനയുണ്ട്, ഒരു ഫോട്ടോ. പിന്നെ കാര്യമായിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടില്ല. അത് ഇങ്ങനെ ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ എൻ്റെ ഒരു ബാഗിൽ ഇവിടെ കൊടയും ഇതൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ്. പിന്നെ ഇതിനകത്ത് എനിക്കൊരു മൊബൈലുണ്ട്. അപ്പോൾ ആ മൊബൈൽ